കാസർഗോഡ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിനെതിരെ നടക്കുന്നത് രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുള്ള വ്യാജ പ്രചാരണം. UDF സർക്കാർ പ്രഖ്യാപനത്തിലൊതുക്കിയ പദ്ധതി യാഥാർത്ഥ്യമാക്കിയത് 2016 അധികാരത്തിലെത്തിയ LDF സർക്കാർ. ഘട്ടം ഘട്ടമായി നിർമ്മാണം പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്ന മെഡിക്കൽ കോളേജിലെ ആദ്യ MBBS ബാച്ച് 3 മാസം മുമ്പാണ് ആരംഭിച്ചത്. കാസർഗോഡ് ഉക്കിനടുക്കിയിൽ 2012 അന്നത്തെ UDF സർക്കാർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് പ്രഖ്യാപിച്ചത്. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയിട്ട ഒരു തറക്കല്ലിലൊതുങ്ങി പ്രഖ്യാപനം. 4 വർഷം പദ്ധതി ഫയലിലുറങ്ങി. 2016 LDF സർക്കാർ അധികാരത്തിൽ വന്നതോടെയാണ് ആ പദ്ധതിക്ക് ജീവൻ വെച്ചത്. സർക്കാർ ആദ്യഘട്ടമായി 5 കോടി രൂപ അനുവദിച്ച് മെഡിക്കൽ കോളേജിന്റെ നിർമ്മാണം തുടങ്ങി. തുടർന്ന് 25 കോടി രൂപ ചെലവഴിച്ച് അക്കാദമിക് ബ്ലോക്ക് പൂർത്തിയാക്കി. കോവിഡ് പടർന്നു പിടിച്ചപ്പോൾ കർണാടക അതിർത്തിയടച്ച സമയത്ത് 2020 മുതൽ 2021 വരെ കോവിഡ് ആശുപത്രിയായി മെഡിക്കൽ കോളേജ് മാറ്റി. 2022 ജനുവരിയിൽ സ്പെഷ്യാലിറ്റി വിഭാഗത്തിലടക്കം OP ആരംഭിച്ചതോടെ മെഡിക്കൽ കോളേജിന്റെ പ്രവർത്തനം സജീവമായി. ലബോറട്ടറി, ഫാർമസി സൗകര്യവുമുണ്ട്. 3 വർഷം മുമ്പ് മെഡിക്കൽ കോളേജിനോടൊപ്പം നഴ്സിംഗ് കോളേജും പ്രവർത്തനം തുടങ്ങി. നാഷണൽ മെഡിക്കൽ കമ്മീഷൻ നിർദ്ദേശിക്കുന്ന സൗകര്യങ്ങളെല്ലാം ഒരുക്കി 2025 ഒക്ടോബറിൽ 50 വിദ്യാർത്ഥികളുമായി ആദ്യ MBBS ബാച്ച് തുടങ്ങിയതോടെ മെഡിക്കൽ കോളേജ് എന്ന സ്വപ്നം യാഥാർത്ഥ്യത്തിലേക്ക്. ഇവർ പറയുന്നത് 2013 അവിടെ കാസർഗോഡ് മെഡിക്കൽ കോളേജ് തുടങ്ങിയെന്നാണല്ലോ. ഈ അദ്ദേഹത്തിന്റെ വാക്കുകൾ നോക്കിയേക്കാം. സർ, കാസർഗോഡ് ജില്ലയിൽ സർക്കാർ മെഡിക്കൽ കോളേജ് തറക്കല്ലിടലിൽ മാത്രം ഒതുങ്ങി നിൽക്കുമ്പോൾ ഉറങ്ങുന്ന ആളെ ഉണർത്തി ഊണില്ലെന്ന് പറയേണ്ടി വരുന്നോ എന്ന് ആലോചിച്ചു പോവുകയാണ്. പറയുന്നത് ബഹുമാന്യനായ ശ്രീ എന്നെ നെല്ലിക്കുന്നു. 2013 നവംബർ 30 കാസർഗോഡ് നിയോജക മണ്ഡലത്തിലെ ബദിയടുക്കയിൽ നടന്ന ചടങ്ങ് ബഹുമാനപ്പെട്ട മന്ത്രി ഇപ്പോഴും ഓർക്കുന്നുണ്ടാകും. അങ്ങ് ആ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ് മെഡിക്കൽ കോളേജിന്റെ ശിലാസ്ഥാപനം നടത്തിയത്. സൂര്യൻ ഉദിച്ചു വരുന്നതിന് മുൻപ് തന്നെ എങ്ങനെ ഇത്രയും ആളുകൾ ഗ്രാമപ്രദേശത്ത് തടിച്ചുകൂടിയെന്ന് ബഹുമാനപ്പെട്ട മന്ത്രി തന്നെ അങ്ങ് അത്ഭുതപ്പെട്ടിരുന്നു. കാസർഗോഡിലെ പാവം ജനത മെഡിക്കൽ കോളേജ് എന്ന ആശയം എത്രമാത്രം നെഞ്ചിലേറ്റുന്നു എന്നതിന്റെ തെളിവായിരുന്ന ആ ജനക്കൂട്ടം. ഇന്ന് കാസർഗോഡിലെ ജനങ്ങൾ നിരാശയിലാണ്. സാർ പറഞ്ഞത് അന്നത്തെ MLA ആണ് സാർ, അന്നത്തെ മന്ത്രിയോട് പറഞ്ഞാണ് സാർ. 2014 സാർ, അന്ന് ബദിയടുക്കയിൽ അവിടെ സാർ തുടങ്ങിയപ്പോൾ കാസർഗോഡില് ഇന്ന് നോക്കണം സാർ, കേരളത്തിൽ എല്ലാ ജില്ലകളിലും മെഡിക്കൽ കോളേജുകൾ ഉള്ള ജില്ലയായിട്ട് കേരളം മാറി സാർ. പത്തനംതിട്ടയിലും ഇടുക്കിയിലും വയനാടും കാസർഗോഡും ഇന്ന് മെഡിക്കൽ കോളേജുകൾ ഉണ്ട് സാർ. കാസർഗോഡ് സാർ നമ്മൾ മെഡിക്കൽ കോളേജ് ആരംഭിച്ചു. കാസർഗോഡ് ആശുപത്രിയാണ്. അവിടെ നമ്മൾ ആശുപത്രിയായി കണക്കാക്കി മെഡിക്കൽ കോളേജ് അനുവദിച്ചത്. കാരണം തടസ്സപ്പെട്ടു പോകരുത് എന്നുള്ളത് കൊണ്ട് സർക്കാർ ഘട്ടം ഘട്ടമായി നടത്തിയ ഇടപെടലിൽ ഒന്നുമില്ലായ്മയിൽ നിന്ന് തുടങ്ങിയ അതിവേഗത്തിലാണ് ഇപ്പോൾ മെഡിക്കൽ കോളേജിന്റെ മുന്നേറ്റം. നമ്മൾ വിചാരിച്ചിരുന്നില്ല ഈ വർഷം MBBS കോഴ്സ് തുടങ്ങാൻ സാധിക്കുമോ എന്നുള്ളത് പോലും. പക്ഷേ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള നിരന്തരമായ ശ്രമങ്ങളും മന്ത്രിയുടെ പ്രത്യേക താല്പര്യം മൂലമാണ് നമുക്ക് ഈ വർഷം 50 കുട്ടികളുടെ പേരിലാണെങ്കിൽ പോലും 50 കുട്ടികൾ മാത്രമാണെങ്കിൽ പോലും ഒരു കോഴ്സ് കാസർഗോഡ് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ സ്റ്റാർട്ട് ചെയ്യാൻ സാധിച്ചത്. അത് ശരിക്കും നമ്മൾ മന്ത്രിയെയും ഗവൺമെൻറ്റിനെയും അഭിനന്ദിക്കുക തന്നെ ചെയ്യേണ്ടതാണ്. കാരണം പുതിയൊരു സ്ഥലത്ത് പുതിയൊരു മെഡിക്കൽ കോളേജിൽ ക്ലാസ് ആരംഭിക്കുക എന്നുള്ളത് ഒരു വളരെ ദുർഘടം പിടിച്ച ഒരു സംഗതിയാണ്. പക്ഷെ അത് വളരെ നന്നായ നിലയിൽ തന്നെ അത് നടത്താൻ പറ്റി എന്നുള്ളത് നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു സംഭവം തന്നെയാണ്. മെഡിക്കൽ കോളേജിൽ സ്റ്റാഫ് ക്വാർട്ടേഴ്സ്, വിദ്യാർത്ഥികൾക്കുള്ള ഹോസ്റ്റൽ കെട്ടിടങ്ങൾ നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട്. ഇലക്ട്രിക്കൽ, പ്ലംബിംഗ് ജോലികൾ കൂടി പൂർത്തിയാക്കി ഉടൻ തുറന്നു നൽകും. കുടിവെള്ള സൗകര്യവും മെഡിക്കൽ കോളേജിന് മുന്നിൽ 4 വരിപ്പാതയുള്ള റോഡുമൊരുക്കി. 273 തസ്തികകൾ സൃഷ്ടിച്ച നിയമനം നടത്തി. നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി കിഫ്ബി ഫണ്ടിൽ നിന്ന് 160 കോടി രൂപ അനുവദിച്ചതിന് പുറമെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് ബജറ്റിലും തുക വകയിരുത്തിയിട്ടുണ്ട്. കരാറുകാർ ഹൈക്കോടതിയിൽ നൽകിയ കേസിനെ തുടർന്നുള്ള നിയമപ്രശ്നങ്ങൾ പരിഹരിച്ച് നിർമ്മാണം പാതിവഴിയിൽ മുടങ്ങിയ ആശുപത്രി ബ്ലോക്കിന്റെ റീടെൻഡർ നടപടികൾ പൂർത്തിയാക്കി നിർമ്മാണം ഉടൻ ആരംഭിക്കും. അതിവേഗത്തിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി കാസർഗോഡ് ഉക്കിനടുക്കിയിലെ മെഡിക്കൽ കോളേജിൽ ഔട്ട് പേഷ്യന്റ് വിഭാഗവും നഴ്സിംഗ് കോളേജും ആദ്യ MBBS ബാച്ചും തുടങ്ങിയത് ചരിത്രം. വ്യാജ പ്രചാരണങ്ങൾക്കപ്പുറത്ത് കാസർഗോഡിന്റെ തന്നെ അഭിമാനമായി മാറാൻ പോകുന്ന മെഡിക്കൽ കോളേജിൽ അതിവേഗത്തിലാണ് നിർമ്മാണങ്ങൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നത്. ക്യാമറമാൻ ഷൈജു പിലാത്രയോടൊപ്പം സിജു കണ്ണൻ.